ഹലോ, വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ബോർഡർ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഒരു പില്ലോ കവറിലാണ് ഞാനത് ചെയ്യുന്നത്. പില്ലോ കവറിൽ വെർട്ടിക്കലായിട്ട് ഒരു ലൈനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റിച്ച് ചെയ്ത പില്ലോ കവർ ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പൺ സൈഡിലാണ് കൊടുക്കുന്നത്. ഒരു ലൈൻ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അറ്റത്ത് നിന്നും ഒരു 6 ഇഞ്ച് കയറ്റിയിട്ടാണ് ഞാൻ വരച്ചേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നീക്കണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. ഇവിടെ ഞാൻ 3 ഷെയ്ഡ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഒന്നൊരു ഒലീവ് ഗ്രീനാണ്, അതിന് നമ്പർ 0281. അടുത്തത് ഒരു പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡാണ്, അത് 1207. പിന്നെ അടുത്തത് ഒരു ഡാർക്ക് പിങ്കാണ്, അതിൻ്റെ നമ്പർ 058. അതൊരു ഡാർക്ക് പിങ്കാണ്. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്മൾ ആദ്യം ഫെദർ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഗ്രീൻ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാം 6 strands ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫെദർ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ലൈൻ കൊടുത്തിരിക്കുന്നതിൻ്റെ 2 വശത്തേക്കുമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സെൻറ്ററിലാണ് ആ ലൈൻ വരുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് നീക്കി കുത്തിയിട്ട് സെൻറ്ററിൽ നിന്ന് കുറച്ച് സെൻറ്റർ ലൈനിൽ തൊടണ്ട, കുറച്ച് നീക്കിയിട്ട് ഇതുപോലെ എടുക്കുക, ഒരു വി ഷേപ്പിൽ. എന്നിട്ട് ഇപ്പുറത്തതുപോലെ ആ സ്റ്റിച്ച് അവസാനിച്ചിടം തൊട്ട് ഇതുപോലെ കുത്തിയെടുക്കുക നടുക്കിലേക്ക്. വീണ്ടും മറ്റേ വശത്തേക്ക് അതുപോലെ തന്നെ ആ സ്റ്റിച്ച് അവസാനിച്ചതിൻ്റെ നേരെ സെൻറ്ററിലത്തെ ലൈനിൽ നിന്നുള്ള ഗ്യാപ്പ് ഒരുപോലെ ഇരിക്കണം, അല്ലെങ്കിൽ വീതി കൂടിയും കുറഞ്ഞും പോകും. ഇതുപോലെ കുത്തിയെടുക്കുക. ഇങ്ങനെ ചെയ്ത് നമുക്ക് ആ ഫെദർ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് ഡയറക്ഷൻ മാറ്റി പിടിച്ചതാണ്. നമുക്ക് തയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ഫ്രെയിം പിടിച്ച് വേണം ചെയ്യാൻ. ഇതുപോലെ ചെയ്തെടുക്കുക. നീഡിൽ കുത്തി കുത്തി എടുത്താൽ മതി. ഇത് തുടക്കത്തിൽ ചെയ്ത് പഠിക്കുന്നവർക്ക് ചിലപ്പം ഈ ഫെദർ സ്റ്റിച്ച് ഒരു ലൈനിട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ആ 4 ലൈൻ ഇട്ടിട്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കഴിഞ്ഞ ഫെദർ സ്റ്റിച്ചിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കഴിഞ്ഞ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാരണം ഒരു ലൈനിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അത് അങ്ങേയറ്റം വരെ മുഴുവൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഫ്ലവേഴ്സും കൂടെ തയ്ക്കണം. അതിൻ്റെ ഓരോ സ്റ്റെമ്മിൻ്റെയും അരികത്ത് നമുക്ക് ഫ്ലവറാണ് തയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ പിങ്ക് ഡബിൾ ഷെയ്ഡ് ത്രെഡ് എടുത്തിരിക്കുന്നത്. അതും 6 strands തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ സ്റ്റെമ്മിൻ്റെ തുമ്പത്തായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് അവിടെ ഒരു ലേസി ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഒരു ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. ചെറിയ ഫ്ലവറാണ്. ഒരു ലേസി അവിടെ തയ്ച്ചു. ഒരു സ്റ്റെമ്മിൻ്റെ അറ്റത്ത് 2 ലേസി ചെയ്യുന്നുണ്ട്. അടുത്തത് ഇതുപോലെ അവിടെ തന്നെ കുത്തിയിട്ട് വേറൊരു അങ്ങേ വശത്തേക്ക് ഡയറക്ഷൻ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. അപ്പോൾ ഒരു ചെറിയ ഫ്ലവർ നമുക്കവിടെ കിട്ടും. എന്നിട്ട് താഴേക്ക് ഇതുപോലെ കുത്തിയിറക്കുക. അപ്പം നമ്മുടെ ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാനായിട്ട് അടുത്ത വശത്ത് അങ്ങേ സൈഡിൽ 2 സ്റ്റെംസ് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തതിലാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഗ്യാപ്പിട്ട് ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവിടെയും നേരത്തെ ചെയ്ത പോലെ 2 ലേസി വെച്ച് ഒരു കുഞ്ഞു ഫ്ലവർ ചെയ്യുക. അടുത്ത ഫ്ലവർ നമ്മൾ ഇങ്ങേ വശത്തേക്കാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2 സ്റ്റെം വിട്ടിട്ട് 3ാമത്തതിൽ ഇതുപോലെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. ഇപ്പോൾ ശരിക്കും നമ്മൾ ഒരു സൈഡിലുള്ള ഫ്ലവറുകൾ തമ്മിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 സ്റ്റെം സ്കിപ്പ് ചെയ്തിട്ടാണ് അടുത്ത ഫ്ലവർ വരുന്നത്. അങ്ങനെ നോക്കി ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടെന്നേ ഉള്ളൂ. അടുപ്പിച്ച് ഫ്ലവേഴ്സ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം.
ഇതുപോലെ നമുക്ക് ആ ഫ്ലവേഴ്സ് മുഴുവനും ചെയ്തെടുക്കാം. ഇതേ ഗ്യാപ്പിൽ നമ്മൾ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ആ സ്റ്റെമ്മുകളുടെയൊക്കെ ഇടയിൽ ഒരു ഫ്രഞ്ച് നോട്ടാണ്. 6 സ്ട്രാൻഡ്സ് ത്രെഡ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. 3 പ്രാവശ്യം ചുറ്റുന്നുണ്ട്. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ 3 തവണ ചുറ്റിയിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് വലിയ ഫ്രഞ്ച് നോട്ട് വരാനാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ കാണിച്ച ആ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഓരോ സ്റ്റെമ്മിൻ്റെ ഇടയിലും ഫ്രഞ്ച് നോട്ട് ചെയ്യുക. 3 തവണ ചുറ്റിയിട്ട് ചെയ്താൽ കുറച്ച് വലിയ ഫ്രഞ്ച് നോട്ട് കിട്ടും. ഫ്ലവർ എത്തുമ്പോൾ ഫ്ലവറിൻ്റെ ആ 2 ലേസിയുടെ ഇടയിലും കൂടി ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അവിടെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന ആ സ്റ്റെമ്മിൻ്റെ അറ്റത്ത് ഒരു ചെറിയ ലീഫ് പോലെ ലൈറ്റ് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. 0254 ആണ് അതിൻ്റെ നമ്പർ. ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഒരു ചെറിയ ലീഫ് പോലെയാണ് കൊടുക്കാൻ പോകുന്നത്. അത് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഫ്ലൈ സ്റ്റിച്ചാണ്. അതിനായിട്ട് ആ സ്റ്റെമ്മിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ വി ഷേപ്പിലെടുക്കുക. എന്നിട്ട് താഴേക്ക് ഇതുപോലെ കുത്തിയിറക്കുക. ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലും കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അത് ബേസിക് സ്റ്റിച്ചസ് പാർട്ട് 3യിലാണ് ഈ ഫ്ലൈ സ്റ്റിച്ചും അതുപോലെ ഫെദർ സ്റ്റിച്ചും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് ആവശ്യമുള്ളവർക്ക് പോയി നോക്കാം. കാരണം അതിൽ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് സ്റ്റിച്ചുകൾ ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് ചെയ്ത് ആ ഓരോ സ്റ്റെമ്മിൻ്റെയും അറ്റത്ത് ഫ്ലൈ സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഒരു വളരെ ലൈറ്റ് ഗ്രീനാണ്. അത് ആ ഡാർക്ക് ഗ്രീനിൻ്റെ കൂടെ വരുമ്പം നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ബോർഡർ ഡിസൈനാണ്. ഇതിലേക്ക് നമ്മൾ 4 സ്റ്റിച്ചുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഫെദർ സ്റ്റിച്ച്, ആദ്യം ചെയ്തത് ഫെദർ സ്റ്റിച്ച്, പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലേസി, പിന്നെ ഫ്രഞ്ച് നോട്ട്, പിന്നെ അതുപോലെ ഫ്ലൈ സ്റ്റിച്ച്. ഇത്രയും 4 സ്റ്റിച്ചുകളാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ട്യൂട്ടോറിയൽ വീഡിയോ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഡ്രസ്സുകളിലോ അല്ലെങ്കിൽ പില്ലോ കവറിൽ അതുപോലെ ബെഡ്ഷീറ്റിൽ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. ടേബിൾ ക്ലോത്തിന് ബോർഡറായിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെയാണ് പില്ലോയിൽ വരുന്നത്. പില്ലോയുടെ 2 സൈഡിൽ വേണമെങ്കിൽ ചെയ്യാം. ബോർഡറായിട്ട് കൊടുക്കാം. എങ്ങനെയെങ്കിലും ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഡിസൈനുകളുമായിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ ആയിട്ട് ഞാൻ വരാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്